എല്ലാവർക്കും നമസ്കാരം. പ്രിയദർശനം എന്ന രണ്ടാം കവിതാ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ വീഡിയോയാണ് ഇട്ടത്. മനസ്സിലാകുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമ്മുടെ കുമാരനാശാനാണ് നളിനി, അതായത് പ്രിയദർശനം, നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം, അതിൽ നിന്ന് എടുത്തതാണ് പ്രിയദർശനം എന്ന പാഠഭാഗം. ആരാണ് എഴുതിയത്? കുമാരനാശാൻ. കുമാരനാശാൻ്റെ പ്രത്യേകത എന്താണ്? ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളാണ് കുമാരനാശാൻ. ഇപ്പോൾ ഒരാളാകുമ്പോൾ ബാക്കി രണ്ടുപേരായിരിക്കുക, അതായത് കുമാരനാശാൻ്റെ കൂടെയുള്ള മറ്റ് രണ്ടുപേരാണ് ഉള്ളൂരും വള്ളത്തോളും. അപ്പം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നത് ആധുനിക കവിത്രയങ്ങളാണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി കുമാരനാശാൻ്റെ ഈ നളിനി എന്ന കൃതിയിൽ നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലാണ് അല്ലേ? ഈ കവിത ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടത്തരങ്ങൾക്കാണ്. ഇവിടെയും നളിനിയും ദിവാകരനുമാണ്. അതായത് വളരെ ചെറുപ്പകാലം മുതൽ കളിക്കൂട്ടുകാരായി നടന്നവർ, പാഠശാലയിൽ ഒന്നിച്ച് പഠിച്ചവർ, അവർ കൗമാര പ്രണയത്തിലെത്തുന്നു. അവസാനം ദിവാകരൻ ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് യൗവനാവസ്ഥയിലെത്തിയപ്പോൾ സന്യാസം സ്വീകരിക്കുകയും നളിനി അതിൽ മനം നൊന്ത് ദിവാകരനെ അന്വേഷിച്ച് നടന്ന കാണാത്ത നളിനി എന്ത് ചെയ്തു? താമരപ്പൊയ്കയിൽ ചാടുകയും ചെയ്തു. താമരപ്പൊയ്കയിൽ നിന്ന് നളിനിയെ രക്ഷിച്ച ഒരു സന്യാസിനിയാണ്. അവൾ സന്യാസം സ്വീകരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃശ്ചികമായി അവളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു. ദിവാകരനെ കണ്ടുമുട്ടുന്നു. അതാണ് പാഠഭാഗം. ആശാനൊരു പേരുണ്ട്. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയ ആളാണ്. വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൃതികൾ, നളിനി, ലീല, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് നളിനി. അതുപോലെ കുമാരനാശാന് വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ അതിനൊരു അതായത് എന്താണ് ഈ പ്രിയദർശനം? പ്രിയദർശനം വളരെ ആപ്റ്റായിട്ടുള്ള ഹെഡിങ് തന്നെയാണ് അല്ലേ? അതായത് പ്രിയനെ ദർശിക്കുന്നത്. ഇനി ദിവാകരൻ നളിനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച തൻ്റെ ചിരകാല അഭിലാഷമാണ്. അവൾക്ക് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. എന്നാൽ ദിവാകരനിലാകട്ടെ യാതൊരു ഭാവഭേദവും ഉണ്ടാകുന്നില്ല. അതായത് നളിനി ആരെയാണോ കാണാൻ ആഗ്രഹിച്ചിരുന്നത്, ആ ആളെ കാണുമ്പോൾ, നമ്മളാണെങ്കിലും കാണാൻ ആഗ്രഹിച്ച ആളെ, വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ച ആളെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ പാരമ്യാവസ്ഥയിലാണ് നളിനി. അതായത് ആശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യ കൃതിയിൽ നിന്നെടുത്ത പ്രിയദർശനം കുട്ടിക്കാലത്ത് തൻ്റെ കളിക്കൂട്ടുകാരനും സഹപാഠിയുമായിരുന്ന ദിവാകരനോട് നളിനിക്ക് സ്നേഹമായിരുന്നു. പക്ഷേ ഭൗതിക സുഖങ്ങളിലൊന്നും ഈ ദിവാകരന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ നളിനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഇനി തൻ്റെ പ്രിയൻ നാട് വിട്ടു എന്നറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അത് തന്നെയാണ് ഞാൻ ആദ്യവും പറഞ്ഞത്. ദിവാകരനോടുള്ള നളിനിയുടെ സ്നേഹം മറ്റാർക്കും മാറ്റാൻ കഴിഞ്ഞില്ല. മറ്റൊരു വിവാഹത്തിന് വഴങ്ങിയേ തീരൂ എന്ന അവസ്ഥ വന്നു. അപ്പോൾ ദിവാകരന് സമർപ്പിക്കാൻ കഴിയാത്ത ജീവിതം ഇനി വേണ്ടെന്ന് വെച്ച നളിനി ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. ഓർക്കണം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ജീവിതത്തെ നേരിടാൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. ആത്മഹത്യയല്ല ഒരു മാർഗം. നളിനിക്ക് വിവരമില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു നളിനി. കാരണം വിവരമുള്ളവർ, ബോധമുള്ളവർ, അറിവുള്ളവർ ഒരിക്കലും ഇങ്ങനെ ഭീരു ആവുകയില്ല. അപ്പോൾ നളിനി ഒരു വളരെ ഭീരുവായിരുന്നു. അതുകൊണ്ടാണ് ഒരാളെ കണ്ടില്ല, താൻ ആഗ്രഹിച്ച് കിട്ടിയില്ല എന്ന് കരുതി അപ്പോഴേക്കും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത്. വിധിബലം കൊണ്ട് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, സന്യാസിനിയായിത്തീർന്നു. തപോവൃത്തിയിലും തപോനിഷ്ഠയിലും അവളുടെ ലക്ഷ്യം ദിവാകര ദർശനം. അതായിരുന്നു അവളുടെ സാക്ഷാത്കാരത്തിന്. ദിവാകരനെ ദർശിക്കുക, അങ്ങനെ തൻ്റെ ജീവിതത്തിന് സാക്ഷാത്കാരം നേടുക, അതാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ തീവ്രമായ അഭിലാഷം മനസ്സിൽ വെച്ച് നടന്ന നളിനിയുടെ മുമ്പിൽ
അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് ദിവാകരൻ എത്തുന്നു. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നളിനി പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങ് ഓർത്താലും ഇല്ലെങ്കിലും അങ്ങേ കണ്ടതുകൊണ്ട് ഞാൻ ധന്യയായി. സപതി, ഞാനിന്ന് അതായത് ധന്യയായി ഞാൻ എന്നാണ് അവൾ പറയുന്നത്. ഇനി ദിവാകരൻ സന്യസിച്ച കാലത്തും നളിനി ദിവാകരനെ കണ്ടുമുട്ടുമെന്നുള്ള ദൃഢവിശ്വാസത്തോടെ കഴിഞ്ഞു. തപസ്സനുഷ്ഠിച്ച് കഴിച്ചുകൂടിയായിരുന്നു നളിനി. ആ ആഗ്രഹം അപ്പോൾ സാധിച്ചതിൽ അവൾ ചാരിതാർത്ഥയായി. ദിവാകരൻ്റെ വേഷവും ഭാവവും കണ്ട് അയാളൊരു സന്യാസിയായി എന്നവൾക്ക് മനസ്സിലായി. താനും അപ്രകാരം പ്രിയൻ്റെ സാമീപ്യം കൊതിച്ച് തപസ്സനുഷ്ഠിക്കുകയാണെന്ന് തൻ്റെ അഭിലാഷം സാധിച്ചതിൽ താൻ സന്തുഷ്ടയാണെന്നും നളിനി വ്യക്തമാക്കുന്നു. പക്ഷേ ദിവാകരൻ പറയുന്ന വാക്കുകൾ, അതായത് ആരുടെയും മനസ്സിൽ എന്നും എഴുതി ചേർക്കേണ്ട വരികളാണ്. എന്താണെന്നറിയാമോ? പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും മാറി സപതി കാര്യവും, പ്രായവും സപതി മാറി കാര്യവും. സപതി പെട്ടെന്ന് നമ്മുടെ കാലം മാറി, ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു സന്യാസിയോട് പറയാൻ പാടില്ലാത്തതാണ് അവൾ പറഞ്ഞതെന്നോർത്ത് വിഷമിക്കേണ്ടെന്ന് നളിനിയോട് പറയുന്നു. അതായത് ദിവാകരൻ അവളെ കണ്ട ഏത് രീതിയിലാണോ, ശൈശവാവസ്ഥയിൽ അവൾ കണ്ടപ്പോൾ അവൾ ഏത് രീതിയിൽ കണ്ടുവോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്ന് പറയുന്നു. ഇനി ഇപ്പോഴത്തെ പ്രണയ ചാബല്യം ഇന്നും അന്നും ഒരുപോലെയാണ് എന്ന് പറയുന്നു. ഇനി കുട്ടിക്കാലത്ത് പലതും പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. പ്രായമാകുമ്പോൾ അതൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല. രണ്ടുപേരുടെയും ലക്ഷ്യം സന്യാസമാണ്. ലൗകിക സുഖങ്ങൾ ത്യജിച്ചവർ പഴയ കാര്യങ്ങളോർത്ത് സ്വന്തം ധർമ്മത്തിൽ നിന്ന് മാറരുത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് അറിവുള്ളവർ അന്യനുദ്ധകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അത് തന്നെ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം. മക്കളെ, ഈ രണ്ട് വരികളും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുമാരനാശാൻ്റെ നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്ത പ്രിയദർശനം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം. ഇൻട്രോ നമ്മൾ പറയുന്നു. അറിവുള്ളവർ പരോപകാരം ചെയ്ത് സ്വന്തം ജീവിതം ധന്യമാക്കുമെന്നാണ് ആശാൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത്. ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് സുഖകരമായി തീരണം എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറയുന്നത്. അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം. നമുക്ക് സുഖത്തിനായി നാം ചെയ്യുന്ന ഏത് കാര്യവും മറ്റുള്ളവർക്കാണ് സുഖം കിട്ടേണ്ടത്, സുഖം ലഭിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം എന്നാണ് കരുതേണ്ടത്. കുമാരനാശാൻ 18-ാം വയസ്സിലാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കഴിയുന്നതും. ആശാൻ്റെ ദൈവസങ്കല്പത്തെ സൂക്ഷ്മ സ്വഭാവമുള്ളതാക്കി മാറ്റി. രണ്ടുപേരുടെയും ആദർശങ്ങൾക്ക് സമാനത വരുന്നതും അതുകൊണ്ട് തന്നെ ആണ്. ആത്മീയ ചിന്തയ്ക്ക് സമാന്തരമായി ശക്തമായ ഒരു സാമൂഹ്യ ചിന്തയും ആശാൻ വരികളിൽ കാണാം. വ്യക്തിനിഷ്ഠവും സാമൂഹ്യനിഷ്ഠവുമായ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ രണ്ട് സിദ്ധയോഗികൾ ഇറങ്ങി തിരിച്ചു. രണ്ടുപേരും സാമൂഹ്യ പരിഷ്കർത്താക്കൾ തന്നെയായിരുന്നു. അപ്പോൾ ആശാൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കവിതാഭാഗങ്ങൾ രണ്ടും സമാന സ്വഭാവം പുലർത്തുന്നതാണ്. സമജീവിത ദർശനവുമാണ് രണ്ടുപേർക്കും. ഇനി വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങളത് വഴുതിക്കളയരുതേ. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ. ഒരു ഉറപ്പായിട്ടും CBSE എക്സാമിന് ചോദിക്കുന്ന ഒരു മലയാളത്തിൻ്റെ ചോദ്യമാണിത്. സന്ദർഭം, ആശയം എന്നിവ വ്യക്തമാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു, ഇൻട്രൊഡക്ഷൻ മറക്കരുതേ. കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ പ്രിയദർശനം എന്ന പാഠഭാഗത്തിലെ വരികളാണ്. ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു നളിനിയും ദിവാകരനും. അവർ വിട്ടുപിരിയാത്ത ചങ്ങാതികളായിരുന്നു. യൗവനമായപ്പോൾ നളിനിയുടെ സ്നേഹം ദിവാകരനോടുള്ള അനുരാഗമായി മാറി. ദിവാകരന് താല്പര്യമുണ്ടായിരുന്നില്ല, അദ്ദേഹം സന്യാസിയായി മാറി. നളിനി ഇതറിഞ്ഞ സ്വജീവിതം ഉപേക്ഷിക്കാൻ അവൾ തയ്യാറാകുന്നു. സന്യാസിനെ അവളെ രക്ഷിക്കുന്നു. 5 വർഷക്കാലം സന്യാസ ജീവിതം നയിച്ച അവൾ ദിവാകരനോടുള്ള സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായില്ല.
ഇഷ്ടതോടനെ കാണുക എന്നതും മാത്രമായിരുന്നു നളിനിയുടെ ആഗ്രഹം. അവൾ അങ്ങനെ ജീവിതകാലം കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി ദിവാകരനെ കണ്ടുമുട്ടുന്നു. ആ ദിവാകര യോഗിയോട് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നളിനി പറയുന്നതാണ് സന്ദർഭം. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. അതായത് അർത്ഥിക്കുന്നവരുടെ യാചിക്കുന്നവരുടെ ആഗ്രഹം ഈശ്വരൻ ഒരിക്കൽ നടത്തി തരും. താൻ ഇത്രയും കാലം ദിവാകരൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ച് കഴിയുകയായിരുന്നുവെന്നും തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും അപേക്ഷിക്കുന്ന ഒരാളുടെയും ആഗ്രഹം ഈശ്വരൻ നിരസിക്കില്ല എന്നും ആണ് ഈ വരികളുടെ ആശയം. ദിവാകരൻ പോയതിനു ശേഷം നളിനി കഠിന ദുഃഖത്തിൽ കഴിയുകയായിരുന്നു എന്നും ഒരിക്കലെങ്കിലും ദിവാകരനെ ഒന്ന് കാണണമെന്നതായിരുന്നു നളിനിയുടെ ആഗ്രഹമെന്നും അത് ദിവാകരൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് നളിനി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദിക്കും, ഈ മിസ് എന്തല്ല ഈ പ്രധാനപ്പെട്ടത്? അതേ മക്കളെ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യനുകളാണ്. ധന്യയായ സപതി കാണുക മൂലം അങ്ങനെ ഓർക്കിലും ഓർത്തിടാകിലും. ഞാനിന്ന് ധന്യയായി. എന്തുകൊണ്ട്? അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും. ഇൻട്രോ മറക്കരുതേ. ആശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്ത പ്രിയദർശനം എന്ന പാഠഭാഗത്തിലേതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കളിക്കൂട്ടുകാരായിരുന്നു ദിവാകരനും നളിനിയും. അവർ പാഠശാലയിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അത് അവരുടെ കുട്ടിക്കാലത്തെ ഇഷ്ടം പ്രണയത്തിലേക്ക് വഴിമാറി. കൗമാരകാലം പിന്നിട്ടു, യൗവനം പിന്നിട്ടു. ദിവാകരന് നളിനിയോട് പ്രത്യേകിച്ച് ഒരു ലൗകികപരമായ ഒരു അടുപ്പമൊന്നും തോന്നിയില്ല. അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചു. ദിവാകരൻ തന്നെ ഉപേക്ഷിച്ച സന്യാസം സ്വീകരിക്കാൻ പോയി എന്നറിഞ്ഞ നളിനി മനസ്സുമടുത്ത് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. ഓർക്കണം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഭീരുത്വമാണ്. പക്ഷേ ദൈവനിയോഗം പോലെ അവളെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തി. അപ്പോൾ നളിനി നളിനിയുടെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ദിവാകരനെ കാണുക എന്നത്. അപ്പം ദിവാകരനെ കണ്ട നളിനി പറയുകയാണ്, എൻ്റെ ആഗ്രഹം സഫലമായി, അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും. ഇനി അതായത് സന്യസിച്ച കാലം മുഴുവൻ ദിവാകരനെ കാണണമെന്നായിരുന്നു ഇവരുടെ ആ വിശ്വാസത്തിലും നിശ്വാസത്തിലും കഴിച്ചു കൂട്ടുകയായിരുന്നു നളിനി. അപ്പോൾ ദിവാകരൻ്റെ വേഷമൊക്കെ കണ്ട് അദ്ദേഹം സന്യാസിയായി മാറി എന്നവൾക്ക് മനസ്സിലായി. തൻ്റെ അവസ്ഥയും അവൾ പറയുന്നു. എങ്കിലും തൻ്റെ ആഗ്രഹം സാധിച്ചതിൽ താൻ അതീവ സന്തുഷ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ നന്നായി പഠിക്കുക. നന്ദി.